നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഗ്യാൻവാപ്പിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ ചെയ്യാനുള്ള അവകാശം നൽകിക്കൊണ്ട് വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടത്. ഏതാണ്ട് 1993 വരെ അവിടെ ഹിന്ദുക്കൾ പൂജ നടത്തിയിരുന്നതാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്ന് 93 ശേഷം ഗ്യാൻവാപ്പിയിൽ പൂജ നടന്നിരുന്നില്ല. ഗ്യാൻവാപ്പിയിൽ ഉണ്ടായിരുന്നത് ശൃംഗാർ ഗൗരി ക്ഷേത്രമാണ് എന്ന ചരിത്രം നമുക്കറിയാം. ആ ചരിത്രം തെളിയിക്കുന്ന രീതിയിൽ ഇപ്പോൾ വീഡിയോ സർവേയുടെ ഫലം വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളിലെല്ലാം ആ ക്ഷേത്രം തകർത്ത് തന്നെയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് പണിതിരിക്കുന്നത് എന്ന് സംശയാതീതമായി തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ കെട്ടിടം കൈവശം വച്ചിരിക്കുന്ന മസ്ജിദ് കമ്മിറ്റി പൂജ അനുവദിച്ചതിനെതിരെ അടിയന്തരമായ ചില നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ വാരാണസി ജില്ലാ കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെയാണ് അവർ സമീപിച്ചത്. മാത്രമല്ല, ഈ ഹർജി അടിയന്തരമായി വാദം കേൾക്കണം എന്നും സുപ്രീം കോടതിയോട് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ആ ഹർജി തള്ളുകയും അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിക്കുകയും അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഉത്തരവിടുകയുമാണ് ചെയ്തത്. എന്തായാലും അത് മുസ്ലിം വിഭാഗത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം ഹിന്ദു വിഭാഗത്തിൻ്റെ ആർഗ്യുമെൻറ്റുകൾ, അവരുടെ വാദങ്ങൾ അത് കൂടുതൽ ശക്തമായിരിക്കുകയാണ്. നിരവധി തെളിവുകളുടെ പിന്തുണ അവർക്കുണ്ട് എന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ ഗ്യാൻവാപ്പിയിൽ ഉള്ളത് മസ്ജിദ് അല്ല, ക്ഷേത്രമാണെന്നും അവിടെ ഹിന്ദുക്കൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ അതിപ്പോൾ വാരാണസി കോടതി പരിഗണിക്കുകയായിരുന്നു. അങ്ങനെ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ഗ്യാൻവാപ്പിയിൽ വീഡിയോ സർവേ നടത്താനും പിന്നീട് ആ വീഡിയോ സർവേയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് പള്ളിക്കുള്ളിൽ ശിവലിംഗം കണ്ടെത്തിയ ഒരു വസ്തുത പുറത്തറിയുന്നത്. അതുമുതൽ തന്നെ കാശിയിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. അതായത് ഗ്യാൻവാപ്പി ഇതാ ശ്രീരാമജന്മഭൂമി പോലെ ഹിന്ദുക്കൾക്ക് തിരികെ കിട്ടുന്നു എന്ന ഒരു സന്ദേശം അവിടെ പടർന്നിട്ടുണ്ട്. അതിനുശേഷം കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾക്കായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനന ഗവേഷണത്തിന് ഈ കോടതി ഉത്തരവ് നൽകിയിരുന്നു. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനന ഗവേഷണത്തിനും മസ്ജിദ് കമ്മിറ്റി എതിരു നിന്നിരുന്നു. പക്ഷേ അവിടെയും മസ്ജിദ് കമ്മിറ്റിക്ക് നിയമപരമായി പരാജയം സമ്മതിക്കേണ്ടി വന്നു. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഖനന ഗവേഷണങ്ങൾ തുടർന്നു. അവരുടെ റിപ്പോർട്ടിൽ നിരവധി തെളിവുകൾ അതൊരു ഹിന്ദു ക്ഷേത്രമാണ് എന്നതിനെക്കുറിച്ച് ലഭിക്കുകയും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുമ്പ് തള്ളിയ ഒരു പെറ്റീഷൻ, ഒരു ഹർജി, ആ ഹർജിയുടെ റിവ്യൂ ഹർജി പിന്നീട് അനുവദിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. അതായത് ഈ 5 സ്ത്രീകളാണ് ഇത്തരത്തിൽ ഗ്യാൻവാപ്പി ഹിന്ദു ക്ഷേത്രമാണെന്നും അവിടെ ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത്. ഈ സ്ത്രീകളിൽ ഒരാൾ സമർപ്പിച്ച ഹർജിയായിരുന്നു അടിയന്തരമായി 93 വരെ നടന്നിരുന്ന പൂജ അവിടെ നടത്താൻ അനുവദിക്കണമെന്ന്. ആദ്യഘട്ടത്തിൽ കോടതി അത് തള്ളുന്നു. പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അടക്കമുള്ള റിപ്പോർട്ടും തെളിവുകളും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. പിന്നീട് റിവ്യൂ ഹർജി കൊടുക്കുന്നു. ആ റിവ്യൂ ഹർജി അനുവദിക്കപ്പെടുന്നു. ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസം പൂജ നടത്താനുള്ള അനുമതി വാരാണസി കോടതി നൽകുന്നത്. മാത്രമല്ല 7 ദിവസത്തിനുള്ളിൽ പൂജ നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം എന്നാണ് ബന്ധപ്പെട്ട വകുപ്പുകളോട് കോടതി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ 7 ദിവസമൊന്നും വേണ്ടി വന്നില്ല. കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവിടെ പൂജ നടന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കാശി വിശ്വനാഥ ക്ഷേത്രം ട്രസ്റ്റ് ചുമതലപ്പെടുത്തിയ പ്രത്യേക പൂജാരി ഇവിടെ എത്തുകയും ഈ തെക്കേ നിലവറയിലെത്തുകയും അവിടെ പൂജ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഗ്യാൻവാപ്പി മസ്ജിദ് എന്നറിയപ്പെടുന്ന മസ്ജിദ് കമ്മിറ്റിയുടെ കയ്യിലുള്ള ഈ കെട്ടിടത്തിൽ ഇപ്പോൾ 10ഓളം നിലവറകളുണ്ട്. ദുരൂഹമായ നിലവറകളാണ്. ഈ നിലവറകളെല്ലാം പൂട്ടിയ സ്ഥിതിയിലാണ്. ഈ നിലവറകളിലാണ് ശൃംഗാർ ഗൗരി ക്ഷേത്രത്തിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ നിലവറയ്ക്ക് മുന്നിൽ പൂജ നടത്തിയിരുന്നത്. നിലവറ തുറന്നു കിട്ടാൻ അവർക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല. കാരണം ഈ കെട്ടിടം മസ്ജിദ് കമ്മിറ്റിയുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പൂജ നടത്താനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. വൈകാതെ ഈ നിലവറകൾ തുറക്കാനും മറ്റുമുള്ള അനുമതി ഇപ്പോൾ ഹിന്ദു വിഭാഗം പ്രതീക്ഷിക്കുകയാണ്. നിയമ പോരാട്ടത്തിൽ മുൻതൂക്കം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിനാണ്. ഇത് നഷ്ടപ്പെടുമോ എന്ന ഒരു ആശങ്കയോടുകൂടിയാണ് മുസ്ലിം വിഭാഗം സുപ്രീം കോടതിയുടേതടക്കമുള്ള വാതിലുകൾ കഴിഞ്ഞ ദിവസം മുട്ടിയത്. പക്ഷേ ആ വാതിലുകൾ തുറന്നില്ല എന്ന് മാത്രമല്ല, അലഹാബാദ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.